Hello, good evening. This is Nebu. Welcome to Market Outlook. ഇന്നത്തെ ഡേറ്റ് 23rd ജനുവരി 2026. നമുക്ക് ഡയറക്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെ റിപ്രസെൻ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഡേറ്റ് 23rd ജനുവരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു വലിയൊരു റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഇന്ന് അപ്പിയർ ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ മേജർ സപ്പോർട്ട് ലെവലായ 25,152 ഇന്ന് ബ്രേക്ക് ചെയ്തു. എന്നാൽ ഓൾമോസ്റ്റ് നിയർ ടു 25,000 സൈക്കോളജിക്കൽ മേജർ സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി 2 ദിവസം മാർക്കറ്റ് അവധിയില്ലേ, അതാണ് വൺ ഓഫ് ദ റീസൺ. സാറ്റർഡേ, സൺഡേ, മൺഡേ 3 ദിവസം മാർക്കറ്റ് അവധിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാർക്കറ്റിൽ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത്. കാരണം ലോകത്തിലെന്തോ നടക്കാൻ പോകുന്നത് ആർക്കും ഒരു പിടിയുമില്ല. ട്രംപ് എന്തൊക്കെ പറയും, ട്രംപ് ഗ്രീൻലാൻഡിൽ കയറുമോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. ഓക്കെ, ഇറാനിൽ കൊണ്ടുവന്ന് ബോംബിടുമോ അതും നമുക്കറിയില്ല. എല്ലാവരും ടെൻഷനിലാണ്. മാർക്കറ്റ് റിസ്ക് എടുക്കാൻ ആർക്കും തയ്യാറല്ല. അതുകൊണ്ട് മിക്ക ആളുകളും അവർക്കുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലൊക്കെ വിഡ്രോ ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ആണ് ഇന്ന് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു റീസണുമില്ല. ഫിയറാണ്. 3 ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും. ആ സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് മാക്സിമം പൈസ വിഡ്രോ ചെയ്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനാണ് ഇൻവെസ്റ്റേഴ്സും ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഒക്കെ ആഗ്രഹം. അതാണ് ഇന്ന് സംഭവിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് മേജർ റീസൺ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനൊരു 5 റീസണ് നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ, മാർക്കറ്റ് ഫോൾ ആകാൻ്റെ വൺ ഓഫ് ദ റീസൺ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഔട്ട്ഫ്ലോ ആണ്. ഇന്നും തച്ചിനിരുന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവർ സെല്ല് ചെയ്തു. അത് മാർക്കറ്റിന് ദോഷകരമായി തീർന്നു. പിന്നെ ടിപ്പിറ്റ് ക്വാർട്ടർലി ഏർണിങ്സ്, വീക്ക് Q3 റിസൾട്ട്, മേജർ കമ്പനീസ് ലൈക്ക് ICIC ബാങ്ക്, HCL ടെക്നോളജീസ്, ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ എന്താ പറയുന്നത് Q3 റിസൾട്ട് കാരണം മാർക്കറ്റ് വീഴാൻ ഒരു കാരണമാണ്. പിന്നെ ക്രൂഡ് പ്രൈസ് ഇപ്പോൾ റൈസ് ആകുന്നു, അത് ഒരു വൺ ഓഫ് ദ റീസണാണ്. ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ്, പിന്നെ റൂപ്പി ഹിറ്റ്സ് റെക്കോർഡ് ലോ, അതും വൺ ഓഫ് ദ റീസണാണ്. നമുക്ക് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പണായി. ലോങ് ഒരു റെഡ് ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ അപ്പിയർ ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് സൈഡ് വേസ് പോയി. അപ് ടു 11:30 വരെയും വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫോൾ ചെയ്യാൻ തുടങ്ങി. അതായത് ആൾക്കാർ മാക്സിമം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങിൻ്റെ ഫണ്ടൊക്കെ ഘട്ടം ഘട്ടമായി വിഡ്രോ ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇവിടം വരെയും കുറേ വിഡ്രോവൽ നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീഴ്ച ഭയങ്കരമായിട്ട് വീണത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് ഒന്ന് സ്റ്റഡിയായി. നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ലെവൽ 25,000 ആണ്. അത് ബ്രേക്ക് ആയിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി മൺഡേ അല്ല, ട്യൂസ്ഡേ, മൺഡേ പബ്ലിക് ഹോളിഡേ ആണ്. ജനുവരി 26 പബ്ലിക് ഹോളിഡേ ആണ്. അതുകൊണ്ട് ട്യൂസ്ഡേയിലാണ് ഇനി നെക്സ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാവും. ഒന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടക്കത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇൻ കേസ് മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ 25,000 പിന്നെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ
ഇതായിരിക്കും 24,600. ഓക്കെ, നമുക്കിനി ഈ മാർക്കറ്റിൻ്റെ ഇന്ന് എത്ര ഷെയർ ഗ്രീനിലായിരുന്നു എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ നിഫ്റ്റിയുടെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ നോക്കുവാണെങ്കിൽ ഇന്ന് ഓൺലി 702 സ്റ്റോക്സേ ഉള്ളായിരുന്നു ഗ്രീനിൽ. 2233 നിഫ്റ്റിയിലെ ഷെയറുകളെല്ലാം റെഡിലായിരുന്നു. ഇത്രയും ഷെയറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ഓക്കെ, ഇന്നത്തെ നിഫ്റ്റി 50 -0.995 ആണ് ഇന്ന് ഡൗൺ ആയേക്കുന്നത്. സെൻസെക്സ് 0.94%, നിഫ്റ്റി ബാങ്ക് -123%, നിഫ്റ്റി IT 0.17%, BSE സ്മോൾ ക്യാപ്പ് -2.19. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്. ഇനി 3 ദിവസം നമുക്ക് അവധിയാണ്, റിലാക്സ് ചെയ്യുക. മാർക്കറ്റ് ട്യൂസ്ഡേയിൽ റീബൗണ്ട് ചെയ്യും. സോ ആ പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ ഔട്ട്ലുക്കിനെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.